5/10/2025 സംഭവബഹുലമായ ഇന്നത്തെ സംഭവങ്ങളുടെ തുടക്കം ദേ ഇവിടെ നിന്നായിരുന്നു. ഓഫീസിൽ നിന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങി വന്ന ഈ നിമിഷം കപ്പ ബിരിയാണി കഴിക്കാൻ വല്ലാത്ത ഒരു തോര. എന്താണെന്ന് അറിയത്തില്ല. ഇടുക്കിക്കാരനായതുകൊണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ക്രേവിങ് ഉണ്ടാകാറുണ്ട്. എങ്കിൽ പിന്നെ കപ്പ ബിരിയാണി കഴിക്കലെങ്കിൽ ഗ്രാൻഡ് ആക്കിയാലോ എന്നായി അടുത്ത ചിന്ത. റീൽസ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ഒക്കെ ഇട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് കുറച്ച് സജഷൻസ് വന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് റീൽസിന് വോയിസ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞ് മൈക്ക് വാങ്ങി വെച്ചിട്ട് ആഴ്ച 2 ഇതുവരെയായിട്ട് റീൽസും ഇല്ല, വോയിസ് ഓവറും ഇല്ല. മടിയാണ് പ്രധാന കാരണം. എന്നാൽ പിന്നെ ഈ കപ്പ ബിരിയാണി കഴിക്കൽ സംഭവം അങ്ങ് റീൽസ് ആക്കിയാലോ എന്നായി അടുത്ത ചിന്ത. അതും വോയിസ് ഓവർ ഒക്കെ ഇട്ട്. ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് കമ്പനിക്ക് ഒരാൾ കൂടെ ഉള്ളത് സംഭവം കുറച്ചുകൂടെ കളറാക്കുമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്ത് ഒറ്റ കോൾ, ആള് റെഡി. പിന്നെ ഒരു പോക്കായിരുന്നു. നമ്മുടെ കൊരട്ടി കഴിഞ്ഞ് 4 കെട്ട് കഴിഞ്ഞ് വേങ്ങാമുര കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വാസുചേട്ടന്റെ കടയിലേക്ക്. കപ്പ ബിരിയാണിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കട. കപ്പയും പോർക്കും, കപ്പയും ചിക്കനും, കപ്പയും ബീഫും, കപ്പയും ബോട്ടിയും, അങ്ങനെ പല വെറൈറ്റികൾ. ഓർക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നു. പക്ഷെ ബാഡ് ലക്ക്. എന്താ ഇപ്പൊ ചെയ്യുക? അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വന്ന വഴിക്ക് കപ്പ ബിരിയാണി കിട്ടുന്ന ഒരു കടയുണ്ട്. ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വിട്ടു. വീണ്ടും ശശി. അവിടെയും കിട്ടിയില്ല. അവിടെ കപ്പ ബിരിയാണി തീർന്നു പോയി. എങ്കിൽ പിന്നെ ഇന്ന് കപ്പ ബിരിയാണി കഴിച്ചിട്ടേ ഉള്ളു കാര്യം. അവിടുന്ന് നേരെ കൊരട്ടിയിലുള്ള മിൻസ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. അവിടെ കപ്പ ബിരിയാണി കിട്ടാതിരിക്കില്ല. കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കിട്ടി. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇൻഫോ പാർക്കിൽ നിന്നാണോ എന്ന് ചോദിച്ച് GST ഇളവുകളൊക്കെ തന്നായിരുന്നു. ഇത്തവണ അത് പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. കപ്പ ബിരിയാണിയും കഴിച്ച് ഒരു ലെമൺ ടീയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ ഒരു മിനി കൂപ്പറിൽ ഒരാൾ കാർ പാർക്കും ചെയ്ത് ആള് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളെ നോക്കി ഒരു ചിരിയും ചിരിച്ച് കയ്യും കാണിച്ചു. ഒരു നിമിഷം അത് ഉണ്ണി മുകുന്ദനാണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ പുള്ളിക്കാരൻ ഞങ്ങളെയും കടന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കയറിപ്പോയി. പിന്നെ പാവമല്ലേ, പുള്ളിയുടെ ഒരു പ്രൈവസി ഒക്കെ നമ്മൾ മാനിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറകെ പോയില്ല. എന്തൊക്കെയായാലും കപ്പ ബിരിയാണിയും കഴിച്ചു, ഉണ്ണി മുകുന്ദനെ കണ്ടു. അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസത്തിന് സമാപ്തിയായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്